എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു മുൻപേ പ്രൊമോയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. ജീപ്പിൽ നിന്ന് ആൽബിച്ചയനും ഷെറിൻ്റെ അച്ഛനുമാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവരാണെങ്കിൽ മാമച്ചായനെയും ഗ്രേസി അമ്മയൊക്കെ കാണുന്നുണ്ട്. അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് റോബിൻസൺ പറയുന്നുണ്ട് എറണാകുളത്തുള്ളവർ വന്നിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ ടോണിയെ കുത്തിപ്പൊക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ആ കൊച്ച് എവിടെയാണെന്ന് അറിയണം. എല്ലാവരും വന്നതിന് ശേഷം ടോണിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി അതിനുശേഷം ഷെറിന്റെ കുഞ്ഞ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ പറയാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ടോണി ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ കാണിച്ചത്? ആ കുഞ്ഞിനെ നിങ്ങൾ കൊന്നോ അതോ പൈസക്ക് വിറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ടോണി അവരോട് ദേഷ്യപ്പെട്ടാലെങ്കിലും സത്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് തന്നെയാണ് ടോണി പെട്ട് ചോദിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്റെ വിചാരം എന്ന് വെച്ചാൽ ടോണി കൂടെ കൂട്ടിക്കൊണ്ടു പോകുക എന്നൊക്കെയാണ്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം റൂമിൽ പോയി വാതിലടച്ച് പൊട്ടി കരയുന്നുണ്ട് ഷെറിൻ. വിചാരിച്ചിരുന്നത് ഷെറിനെയും കൂട്ടി ടോണി അവിടെ നിന്ന് പോകുമെന്നാണ്. പക്ഷേ ഷെറിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റിയിരിക്കുന്നു. ടോണി മാത്രമാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ ആ വിഷമത്തിൽ ഷെറിൻ പോയി വാതിലടച്ച് പൊട്ടി കരയുന്നുണ്ട്. ശേഷം പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ വൈജയന്തിയാണ്. വൈജയന്തിയോട് അലീന വന്നിട്ട് പറയുവാണ്, കൂടിപ്പോയ 4-5 ദിവസം കൂടുതൽ ഞാൻ അവിടെ നിൽക്കത്തില്ല. ആ സമയത്ത് വൈജയന്തി പറയുവാണ്, ഇതൊക്കെ ഞാൻ കുറേ കേട്ടതാ, വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് എനിക്ക് പല തവണ ബോധ്യപ്പെട്ടതാണെന്ന് വൈജയന്തി പറയുവാണ് അലീനയോട്. ശേഷം അലീന പറയുവാണ്, ദേഹത്തൊരു മുറിവ് പറ്റിയാൽ മരുന്ന് വെച്ച് ഭേദപ്പെടുത്താം, എന്നാൽ മനസ്സിലൊരു മുറിവ് പറ്റിയാൽ മരുന്നില്ല, വ്രണപ്പെട്ട് കിടക്കും. അലീന വൈജയന്തിയോട് പറയുന്ന ഒരു രംഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.